4-5 ദിവസമായിട്ട് മേലെ ആകെ ഒരു മീൻ പാച്ചില്. അത് മുട്ടുംകാൽമലൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാലിന്റെ ബസളി ചുറ്റിട്ട് മേപ്പെട്ട് തന്നെ അങ്ങോട്ട് കേറുക. ഒരു സാധനം തൊള്ളയിലിട്ട് ചമക്കാൻ പറ്റിയ. എന്നാ ഒന്ന് കാണിച്ചു നോക്കണത് നല്ലതാ. അങ്ങനത്തെ അസുഖമൊന്നും വെച്ചുകൊണ്ട് നിൽക്കണത് നല്ലതല്ല. ഏതായാലും ഇവിടെ അടുത്തൊരു ഡോക്ടർ ഉണ്ട്, ഓനൊന്ന് കാണിച്ചാളാ. എന്നാ നടക്ക്, ഞാനും വരാം. ആ ഇത് തന്നെ ഡോക്ടർ, ഇങ്ങോട്ട് വാ. ആ നടക്ക്. കാക്കേ ഏ അത് ഗൈനക്കോളേജാ, നിങ്ങൾക്കുള്ളതല്ല, അങ്ങോട്ട് പോരി. ഇതൊന്നും മിണ്ടാതെ പോയായിരുന്നു. ആ ഏത് കോളേജ് ആയാലും വേണ്ടില്ല, ഇക്കൊ ഒറ്റൊന്നും വലിപ്പം വരൂല. പോന്നാ കയറിയാനെ. ഓ ഞമ്മളെ പഠിപ്പിച്ചാ നടക്കുക. ലാസ്റ്റ് കാണിച്ചിട്ട് എത്രയായി ഇപ്പോൾ? ഒരു 2 ആഴ്ചയൊക്കെ ഉണ്ട്. 2 ആഴ്ച അല്ലേ? ഡോക്ടർ ആടെ ഉണ്ടോ? ആ ഡോക്ടർ ഉണ്ടല്ലോ, ആരോ ഒന്ന് പരിശോധിച്ചുകൊണ്ട് കുത്തിയിരിക്കണതാ. ജി വാ, ഞമ്മക്ക് കൊലായ്മേൽ ഇരിക്കാം. ആ ആയിക്കോട്ടെ. അല്ലാ. ഛർദി ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ടുണ്ടോ? വലിയ കുറവൊന്നുമില്ല. ഛർദി എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ആ ഭക്ഷണം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ വെട്ടി മറിച്ചു. ആരത് സംസാരിക്കുന്നത് പുറത്ത്? മഴ ഒന്നും പെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല. ആ മൂത്രമൊക്കെ ഇപ്പോൾ നോർമലായിട്ട് പോകുന്നുണ്ടോ? ആ മൂത്തരം അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഇടങ്ങേറും ഇല്ല. അത് 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ പോയിക്കോളും. ചോദിച്ചാനും പറയാനും ഒന്നും നിൽക്കില്ല. അതേതായാലും വലിയൊരു ഹൈറ് തന്നെ. സൈലൻസ്. ആ പുറത്തുള്ള ആളൊന്ന് സംസാരിക്കാണ്ടിരിക്കോ? ഉണ്ടാക്ക് ഇതോ പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ മണം വലിയ പ്രയാസാണ്. ഒന്നിന്റെയും മണം പറ്റണില്ല. അതിപ്പോ അതെത്താ ചൂരും മണൊന്നും പറ്റാത്ത പുതിയൊരു സോക്കേട്. ആ അതുണ്ട്, ഇച്ചുണ്ടാ സോക്കട്. ഇച്ചൊരുവിധം ചൂരും മണും ഒന്നും പറ്റൂല. നേരെ മറിച്ച് ബിരിയാണിക്ക് നെയ്ച്ചോറിനും ചൂരും മണും അത് എത്ര ആയാലും ഒരു കുഴപ്പമില്ലാണോ. ക്ഷീണം എങ്ങനെയുണ്ട്? കുറവാണോ? അല്ല, ക്ഷീണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ചെറിയോനെ 2 മിനിറ്റ് നടക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കിടക്കണം, എന്നാലേ എന്റെ ക്ഷീണം മാറുള്ളൂ. ആ പുറത്ത് സംസാരിക്കുന്ന ആളൊന്നും കൊണ്ട് വരി. ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ട്. ചെല്ല് ഇരിക്കും, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. പോയി സോക്കേടൊക്കെ അങ്ങോട്ട് തുറന്ന് പറഞ്ഞാളാ. ചെറിയോനെ ആ നീച്ചാടുത്, ഏ നീച്ചോട്. ഒരു മിനിറ്റ് വേണം നിൽക്കാൻ പറ്റൂല. ഇനി പോന്നാ എന്തേ അഡ്മിറ്റ് ആക്കിയോ? ഇങ്ങോട്ട് ഇറങ്ങി. എന്തേ ഡോക്ടർ പറഞ്ഞേ? ഓനെന്താ എഴുതി തന്നാണ്. ഇത് വാങ്ങി കുടിച്ചിട്ട് 1 മാസം റെസ്റ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് അതിന്റെ കടലാസം കൊണ്ട് വരാനവൻ പറഞ്ഞത്. 3 മാസം ഗർഭമുണ്ട് എന്ന് അവൻ പറയുന്നത്. പഠിച്ച തമ്പുരാനെ, അങ്ങനെയാണെങ്കിൽ അന്ത്രോ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണേ നല്ലതാ. കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടോന്ന് അറിയാലോ. ചെറിയോനെ, എന്റെ പേരിൽ ചെറിയോനാണെങ്കിലോ അന്തം കേട്ടിൽ വലിയോനാ. പോന്നാ ജി.